ഇടുക്കി ചക്രമുടിയിൽ സർക്കാർ ഭൂമി കയ്യേറി നിർമ്മിച്ച റിസോർട്ട് റവന്യൂ വകുപ്പ് ഏറ്റെടുത്തു. വിന്റർ ഗാർഡൻ എന്ന പേരിൽ പ്രവർത്തിച്ചിരുന്ന റിസോർട്ടാണ് ഏറ്റെടുത്തത്. റിസോർട്ട് പ്രവർത്തിച്ചിരുന്ന ഭൂമിയുടെ പട്ടയം വ്യാജമെന്ന് കണ്ടെത്തി റദ്ദ് ചെയ്തതിന് പിന്നാലെയാണ് റിസോർട്ട് ഏറ്റെടുത്തത്. ചക്രമുടി മലനിരകളിലെ കയ്യേറ്റം ആദ്യം പുറത്തുകൊണ്ടുവന്നത് കൈരളി ന്യൂസ് ആയിരുന്നു. ചക്രമുടി മലനിരകളിലെ കയ്യേറ്റം ആദ്യം പുറംലോകത്തെത്തിച്ചത് കൈരളി ന്യൂസ് ആയിരുന്നു. വാർത്തകളുടെ പശ്ചാത്തലത്തിൽ നിയമസഭയിലടക്കം വിഷയം ചർച്ച ചെയ്യപ്പെട്ടു. റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പ്രഖ്യാപിച്ച അന്വേഷണത്തിന്റെ തുടർച്ചയിലാണ് കൂടുതൽ നടപടികൾ ഉണ്ടാവുന്നത്. നമ്മൾ ചൂണ്ടിക്കാണിച്ച കയ്യേറ്റം കൂടാതെ കൂടുതൽ വ്യാജ പട്ടയങ്ങൾ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ചക്രമുടി കവാടത്തിന് സമീപമുള്ള 1 ഏക്കർ 5 സെന്റ് ഭൂമിയുടെ പട്ടയമാണ് കഴിഞ്ഞ ദിവസം ദേവികുളം സബ് കളക്ടർ റദ്ദ് ചെയ്തത്. ഇവിടെ പ്രവർത്തിച്ചിരുന്ന വിന്റർ ഗാർഡൻ റിസോർട്ട് റവന്യൂ വകുപ്പ് ഏറ്റെടുത്ത് സീൽ ചെയ്ത് സർക്കാർ ഭൂമിയാണ് എന്ന ബോർഡും സ്ഥാപിച്ചു. ദേവികുളം സബ് കളക്ടർ പട്ടയം റദ്ദാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ പുറമ്പോക്ക് ലാൻഡാണെന്ന് കണ്ടതുകൊണ്ട് ഏറ്റെടുക്കുകയാണ് ചെയ്തത്. ഗവൺമെൻറ്റിലേക്ക് ഏറ്റെടുക്കുകയാണ് ചെയ്തത്. മാക്സിമം പുറമ്പോക്ക് എവിടെയുണ്ടെങ്കിലും അത് ആരെങ്കിലും കൈവശപ്പെടുത്തിയാൽ നമുക്ക് തിരിച്ചെടുക്കേണ്ടത് നമ്മുടെ ഡ്യൂട്ടിയാണ്. അതുതന്നെ. മേരിക്കുട്ടി വർഗീസ് വാഴയിൽ ചക്രമുടി എന്നയാളുടെ പേരിലാണ് വ്യാജരേഖ ചമച്ച് ഭൂമിക്ക് പട്ടയമുണ്ടാക്കിയത്. പട്ടയത്തിനായി നേരിട്ട് ബന്ധപ്പെട്ട അപേക്ഷാ രജിസ്റ്റർ, പട്ടയം നൽകുന്ന രജിസ്റ്റർ, പട്ടയ മഹസർ, പതിവ് ലിസ്റ്റ് തുടങ്ങിയ രേഖകൾ ഒന്നും തന്നെ ഇല്ല എന്ന് കണ്ടെത്തിയതോടെ പട്ടയം റദ്ദ് ചെയ്യുകയായിരുന്നു. ഇതുകൂടാതെ ചക്രമുടിയിലെ അനധികൃത കയ്യേറ്റം എന്ന് കണ്ടെത്തി 4 പട്ടയങ്ങളും മുൻപ് റദ്ദ് ചെയ്തിരുന്നു. 4 പട്ടയങ്ങളിലായി 60ഓളം പേരുടെ കൈവശം 13 ഏക്കറിലധികം ഭൂമിയാണ് ഉണ്ടായിരുന്നത്. വരും ദിവസങ്ങളിലും നടപടി തുടരുമെന്ന് റവന്യൂ അധികൃതർ അറിയിച്ചു. ദേവികുളം സബ് കളക്ടറുടെ 7/8/2025 ഉത്തരവ് പ്രകാരം ഈ ഭൂമിയുടേതെന്ന് പറഞ്ഞ് കക്ഷിയുടെ കയ്യിലുണ്ടായിരുന്ന പട്ടയം 68 നമ്പർ പട്ടയം റദ്ദ് ചെയ്യുകയും ആ ഉത്തരവിൽ തന്നെ 48 മണിക്കൂറിനുള്ളിൽ റദ്ദ് ചെയ്യുമ്പോൾ അത് സർക്കാർ ഭൂമിയായി മാറി. അപ്പോൾ ആ ഉത്തരവ് പ്രകാരം പട്ടയം റദ്ദ് ചെയ്യുകയും 48 മണിക്കൂറിനുള്ളിൽ സർക്കാർ ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി ആ ഉത്തരവിൽ തന്നെ ബഹുമാനപ്പെട്ട സബ് കളക്ടർ ഉത്തരവാവുകയും ചെയ്തു. ദേവികുളം സബ് കളക്ടർ ഉത്തരവായി. ബാക്കിയുള്ള ഫയലുകളിൽ സബ് കളക്ടർ ഓഫീസിലെ പരിശോധനയിലാണ്. അതിൻ്റെ ഭാഗമായിട്ട് തുടർ നടപടികളുണ്ടാവും. റദ്ദ് ചെയ്ത പട്ടയങ്ങളുടെ ഉടമസ്ഥാവകാശം തെളിയിക്കാൻ കൈവശക്കാർക്ക് 6 തവണ റവന്യൂ വകുപ്പ് അവസരം നൽകിയിരുന്നു. എന്നാൽ രേഖകൾ ഹാജരാക്കാതെ വന്നതോടെയാണ് നടപടി സ്വീകരിച്ചത്. കൈരളി ന്യൂസ്, ഇടുക്കി.